ഒരു പർച്ചേസ് നടത്തുമ്പോൾ ഡീലർ നെയിം ബോക്സിൽ ഡീലറിനെ സെലക്ട് ചെയ്തത് കണ്ടിരുന്നു. അത് സാധ്യമായത് ഡീലറിനെ മുൻപ് തന്നെ ആഡ് ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ ഏത് ഡീലറിൻ്റെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ ഡീലറിനെ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കാം. അതിനായി ആദ്യം ഇടതുഭാഗത്ത് കാണുന്ന പാർട്ട്നേഴ്സ് എന്ന മോഡ്യൂൾ സെലക്ട് ചെയ്ത് ഡീലേഴ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ നിന്ന് ആഡ് ഡീലർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്ന പേജിൽ പുതിയ ഡീലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെയും നിർബന്ധമായും ഫിൽ ചെയ്യേണ്ട ബോക്സുകൾ റെഡ് സ്റ്റാർ സിമ്പിളോട് കൂടി കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ ഡീലറിൻ്റെ നെയിം അല്ലെങ്കിൽ കമ്പനി നെയിം ആഡ് ചെയ്തു. രണ്ടാമത്തെ ബോക്സിൽ GST നമ്പർ ആഡ് ചെയ്യുകയാണ്. അടുത്ത ബോക്സായി ഇവിടെ കോൺടാക്ട് പേഴ്സൺ ബോക്സിൽ നമ്മൾ പർച്ചേസ് നടത്തുന്ന ഡീലറിൻ്റെ സ്ഥാപനത്തിലെ നമ്മളുമായി കോൺടാക്ട് വെക്കുന്ന വ്യക്തിയുടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടുത്തെ കോൺടാക്ട് നമ്പർ കൂടി നമ്മളിവിടെ ഫിൽ ചെയ്യുക. നമ്പർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇമെയിലും പിന്നെ അഡ്രസ്സുമാണ്. നമുക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്യാം. എല്ലാ ഇൻഫർമേഷൻസും ഫിൽ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആഡ് ന്യൂ ഡീലർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ ആഡ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് കൊടുത്തത് കാണാവുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡീലറിനെ ജെറ്റ് പാക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ആ ഡീലറുമായി ഏതെങ്കിലും മുൻകാല മണി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ട്രാൻസാക്ഷൻ ടൈപ്പിൽ പണം കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ കിട്ടാനുള്ളതാണോ എന്ന് രേഖപ്പെടുത്താം. അതിൻ്റെ എമൗണ്ട് എത്ര എന്നുള്ളതും കൂട്ടി എൻ്റർ ചെയ്ത് ആഡ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ ഈ ഡീലറിൻ്റെ ഇടപാടുകൾ ഒന്നും ബാക്കിയില്ലെങ്കിൽ ഈ സ്ക്രീനിലെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് മുഴുവൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡീലറിൻ്റെ ലെഡ്ജർ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അതിനായി ആ ഡീലറിൻ്റെ ആക്ഷന് കീഴിൽ വരുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് വ്യൂ ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്നതാണ് ഈ ഡീലറിൻ്റെ ലെഡ്ജർ. ഇപ്പോൾ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാത്തതുകൊണ്ട് യാതൊരുവിധ ഇൻഫർമേഷൻസും ഇവിടെ കാണാൻ സാധിക്കില്ല. വൺസ് പർച്ചേസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും ഇവിടെ ലഭിക്കും. ഇവിടെ മുകളിൽ കാണുന്ന ടോട്ടൽ അക്കൗണ്ട് പേയബിൾ ഇപ്പോൾ 0 എന്നാണ് കാണിക്കുന്നത്. നോർമലി ഒരു പർച്ചേസ് നടത്തുമ്പോൾ ഡീലറിലേക്കാണ് നമ്മൾ പണം പേ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പേ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എമൗണ്ട് എത്രയെന്ന് ഇവിടെ കാണിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് മറ്റൊരു ലെഡ്ജർ നമുക്ക് പരിശോധിക്കാം. നമ്മൾ മറ്റൊരു ഡീലറിൻ്റെ ലെഡ്ജർ പരിശോധിക്കുകയാണ്. വ്യൂ ലെഡ്ജർ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ആ ഡീലറുമായി ബന്ധപ്പെട്ട എല്ലാവിധ ട്രാൻസാക്ഷൻസും നമുക്കിവിടെ കാണാവുന്നതാണ്. ഏറ്റവും മുകളിൽ ടോട്ടൽ അക്കൗണ്ട് പേയബിൾസിൽ നമുക്കൊരു എമൗണ്ട് കാണാവുന്നതാണ്. ഈ എമൗണ്ടാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത്.